എന്തിനും അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഞാൻ എങ്ങനെ തോണം വളർത്തുക? തല വെച്ച ഉറുമ്പരിക്കും താഴെ വെച്ച പേരരിക്കും ഓർത്തിയാൽ എന്തോരം പാടുപെട്ട് വളർത്തിയത് അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഓട്ടെ ബേബി, വളർത്തി വലുതാക്കിയവരുടെ വിഷമങ്ങൾ അറിയാതെ ഇന്നലെ കണ്ടവന്മാരുടെ കൂടെ ചാടി പോകുന്ന അവൾമാരൊന്നും ഗുണം പിടിക്കുകയില്ല, ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല. എടി അവിടെ എന്തോ പ്രശ്നമുണ്ടല്ലോ. കരച്ചിലിനൊരു ഹൈപ്പൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു ഒളിച്ചോട്ടം മണക്കുന്നുണ്ട്. ഒരു ദാരിദ്ര്യം പിടിച്ചവനോട് 2 ദിവസമായിട്ട് കറങ്ങണ്ടായിരുന്നു. പക്ഷെ അവന്റെ ഉദ്ദേശം ഇതായിരുന്നു, എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്. എന്റെ കൊച്ചു പാവായിരുന്നു. അവൻ കണ്ണും കലാശമൊക്കെ കാണിച്ച് മയക്കി കൊണ്ടുപോയതാ. ദൈവമേ, എന്റെ കൊച്ചു പോയല്ലോ. എന്റെ ദൈവമേ, അപ്പൊ ഇവിടത്തെ മാളു ചേച്ചി റാനവേ ഫിക്സ്. അതെ, പാറക്കാട്ടെ ബേബിയുടെ വീടതല്ലേ? ആ, ഇത് തന്നെയാ. മാമനേതാ? ഇവിടുത്തെ പെണ്ണ് ഞങ്ങളുടെ ചെറുക്കന് കല്യാണം ആലോചിക്കാൻ വന്നു. ഷേ, നിങ്ങൾക്ക് എടുത്തിനുള്ള ഭാഗ്യമില്ല. ആ ചേച്ചി ജസ്റ്റ് ഒന്ന് ഒളിച്ചോടി പോയി, അത്രേ ഉള്ളൂ. നിങ്ങൾ ഏതായാലും പോയിട്ട് നാളെ വാ. ഇനി മാളി ചേച്ചി എങ്ങനെ തിരിച്ചു വന്നാലാ? അതെ, പോയാലൊരു വണ്ടിക്കൂലി, കിട്ടിയെന്നല്ല സ്വയംഭൻ ലഡുവും ചായയും. ആ, പറ്റിയ സ്ഥലത്താ കല്യാണം ആലോചിക്കാൻ വന്നു. അതെ, സംഭവിച്ചു. ഇനി എതിർത്ത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരുടെ പോയെന്നല്ല സൂചന ഉണ്ടോ? അറിഞ്ഞിട്ട് നമുക്ക് ആ വഴിക്കൊന്ന് അന്വേഷിക്കായിരുന്നു. ഞാൻ അവനെ ഇതിനു മുമ്പ് ഇവിടെയൊന്നും കണ്ടിട്ടില്ല. ഒരുമാതിരി ചെമ്പൻ നിറവാ. ചെമ്പൻ നിറവോ? ഇനി ചെമ്പൻ വിനോദെങ്ങാനും? ചെമ്പൻ നിറാണ് ബംഗാളിയാ, ഉറപ്പാ. ബംഗാളിയൊന്നും അല്ല, നാടനാ. അവൻ മലയാളത്തിലാ കുറച്ചത്. കുറച്ചോ? നിങ്ങൾ ഈ മാളു ചേച്ചീനെ അടിച്ചോണ്ട് വന്ന കാര്യല്ലേ പറയുന്നേ? എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയുന്നു. പിന്നെ ആരോടി പോയ കാര്യം പറയുന്നേ? അതെ, ഇവിടുത്തെ റൂബിപ്പട്ടി നാടൻപട്ടിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ആ കാര്യമാ പറഞ്ഞോണ്ടിരിക്കുന്നത്. സബാഷ്, കാല് നേരത്തെ ഒടിഞ്ഞ ഭാഗ്യം. അതെന്താ? ഒരു തല്ലി പിടിച്ചേനെ.